പ്പെടുമെന്ന ഘട്ടത്തിൽ അവർ നിരവധിയായിട്ട് തിരച്ചിൽ നടത്തിയിട്ട് പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു എഫ്ഐആർ പോലും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ ആർഷോ. സ്മൃതി, ഞാനൊന്ന് സംസാരിച്ച് പൂർത്തീകരിച്ചോട്ടെ. സ്മൃതി, റോജി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടപെടലും ഞാൻ കണ്ടില്ല. ഉപചോദ്യങ്ങൾ ഉണ്ടായില്ല, കേട്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. ഇടപെടൽ നോക്കൂ ആർഷോ, ദയവ് ചെയ്ത് പഠിപ്പിക്കാതിരിക്കൂ ആർഷോ. അതെ മാഡം, മാഡത്തെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഞാൻ ആളല്ല താനും. മനസ്സിലാക്കി കളഞ്ഞല്ല. കേസിൽപ്പെട്ട ആൾ നിങ്ങൾ ആവർത്തിച്ച് ഫെനിയെ പറ്റി പറയുന്നു. ടി വി രാജേഷ് അവിടെ പ്രചാരണത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ്? എന്തായാലും ടി വി രാജേഷ് വ്യാജ തിരിച്ചറിയൽ കാർഡ് രൂപീകരിച്ചിട്ടില്ല. ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വീണ്ടും കോൺഗ്രസ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നതിനകത്ത് എന്താണ് പ്രശ്നം? അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു വാചകം ഞാൻ പറഞ്ഞോ ആർഷോ? കേട്ടോ, സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കൂട്ടര് വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് ഉണ്ടാക്കിയതും രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതും ജാമ്യം കിട്ടിയത് ജാമ്യം കൊടുക്കേണ്ടുന്നത് കോടതിയല്ലേ? അങ്ങനെ രാജ്യദ്രോഹിയാണെന്ന് തെളിഞ്ഞാൽ ജാമ്യം കിട്ടുമോ? രാജ്യദ്രോഹ കേസ് തെളിഞ്ഞാൽ ജാമ്യം കിട്ടില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെയാണ്. അല്ല ഇതുൾപ്പെടെ കള്ളപ്പണം ഉൾപ്പെടെയുള്ള ഈ കള്ളപ്പണം ഞങ്ങൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളപ്പണം ഇടപാട് ഉൾപ്പെടെ ഞങ്ങൾ ഇല്ലാത്ത കള്ളപ്പണം എങ്ങനെയാണ് ചർച്ച ചെയ്യുക? ഞങ്ങളാണോ രാവിലെ പോയിട്ട് കള്ളപ്പണം എങ്ങനെയാണ് ചർച്ച ചെയ്യുക? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ലെ, നിങ്ങളല്ലേ വഴി ആദ്യം കണ്ടുപിടിച്ചത്? രാഹുൽ പോയ വഴി, രാഹുൽ കാറ് മാറി കയറിയത്, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിഷയം കിട്ടുന്നത്? പോലീസിന് വിഷയം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ CCTV ഫുട്ടേജ് റിപ്പോർട്ടറിലൂടെ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലായിരുന്നു ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പോലീസ് പറയുന്നതിന് മുന്നേ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ആദ്യത്തെ വാർത്താ സമ്മേളനം ആദ്യത്തെ പ്രതികരണം നടത്തി. അതെങ്ങനെയാണ്? എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല. അവർക്ക് കാണാൻ പറ്റിയേ? അതെ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതെങ്ങനെ ബോധ്യം? കാണാത്ത ബോധ്യം എങ്ങനെയാണ്? കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് തന്നെയുള്ള ആളുകൾ ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിരുന്നില്ലേ? വിവരക്കേട് വിളിച്ചു പറയാതെ. അതെ, ഞങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത് മാധ്യമ പ്രവർത്തകരാ. വാർത്താ സമ്മേളനം നടത്തിയത് ജില്ലാ സെക്രട്ടറിയാണ്. താങ്കൾ എടുത്തു നോക്കൂ ആർഷോ, ആ വാർത്താ സമ്മേളനം നോക്കൂട്ടോ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും.